നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെ പുറത്തു വന്നു. AMMA എന്ന് പറയുന്ന സംഘടനയിലെ നിരവധി ആളുകൾ, നിരവധി താരങ്ങൾ ഇതിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പിരിമുറുക്കമുണ്ടായ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് കോൺഗ്രസ് പാർട്ടി. നമുക്കറിയാം, കോൺഗ്രസ്സുകാരടക്കം VD സതീശനും കെ സുധാകരനും അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ള നിരയിലുള്ള നേതാക്കളും ഇതിനെക്കുറിച്ച് കൃത്യമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇതിനെ സർക്കാരല്ല ഈ റിപ്പോർട്ട് കുറേ കാലം പൂഴ്ത്തിവെക്കുകയും ചെയ്തു എന്നൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പലയിടത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സർക്കാരാണ്. രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനെതിരെ ഒരു ആരോപണം വന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് പറയുന്നു. എന്നിരുന്നാൽ തന്നെയും രഞ്ജിത്തിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് രഞ്ജിത്ത് നിർബന്ധമായും ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്ന് കണ്ടെത്തുകയും നിങ്ങൾ നിർബന്ധിതമായി രാജി നൽകണമെന്നും ഈ പറയുന്ന അക്കാഡമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് പോകണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് നിർദ്ദേശമുണ്ടായത്. അപ്പോൾ അത്തരം നിർദ്ദേശത്തിൻ്റെ ഭാഗമായി രഞ്ജിത്ത് പുറത്തേക്ക് പോവുകയും ചെയ്തു. അപ്പം ലൈംഗിക ആരോപണം അടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഈ സംഘടനയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാർ ഇടപെട്ടുകൊണ്ട് അത്തരത്തിൽ ആരോപണം നേരിടുന്നവർക്കെതിരെ ശക്തമായ നീക്കം, സർക്കാർ തലത്തിലുള്ളവർക്കെതിരെ ശക്തമായ നീക്കം നടത്താൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അതിനെ വിസ്മരിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ 4 വർഷക്കാലത്തോളം സംസ്ഥാന സർക്കാർ പൂഴ്ത്തിവെക്കുകയായിരുന്നു. കുറ്റക്കാർക്ക് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ കുറ്റാരോപിതർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ അവസരങ്ങളും സർക്കാർ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളുമായിട്ടാണ് കെ സുധാകരനും VD സതീശനും ഷാഫി പറമ്പിലും കെ സുരേന്ദ്രനും എന്നുവേണ്ട എതിർ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന എല്ലാവരും, V മുരളീധരൻ അടക്കമുള്ളവർ ഇതുമായി രംഗത്തേക്ക് എത്തിയത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ പക്ഷേ നമ്മൾ തിരിഞ്ഞൊന്ന് ചിന്തിക്കേണ്ട നല്ലതാണ്. കോൺഗ്രസ് ഇത്രത്തോളം ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കൊരല്പ രാഷ്ട്രീയം പറഞ്ഞു തന്നെ പോകേണ്ടി വരും. കാര്യം, കോൺഗ്രസ് പാർട്ടി സംശുദ്ധമായ രാഷ്ട്രീയ വ്യവസ്ഥിതിയുള്ള ഒരു പാർട്ടിയാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീ പീഡന ആരോപണങ്ങൾ ഏൽക്കാത്ത ഒരു പാർട്ടിയാണോ കോൺഗ്രസ് പാർട്ടി? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കുറ്റാരോപിതനായ ദിലീപ് എന്ന് പറയുന്ന നടനെ ആലുവയിൽ കൊണ്ടുവന്ന് ജെബി മേത്തർ നിന്ന് സെൽഫി എടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആലുവ നഗരസഭയിൽ ജെബി മേത്തർ സെൽഫി എടുത്തിരുന്നു ദിലീപിനോടൊപ്പം, അല്ലെ? അതിനുശേഷം ദിലീപ് ജയിലിൽ പോയ സമയത്ത് ജയിലിന്റെ പുറത്ത് നിന്ന് വാവിട്ട് നിലവിളിച്ച ഒരു നടനാണ് ധർമ്മജൻ ബോൾഗാട്ടി. നിലവിളിച്ച് കരഞ്ഞ് ദിലീപിനൊപ്പം നിൽക്കുന്നു, വേട്ടക്കാരനൊപ്പം നിൽക്കുന്നു എന്ന് ശക്തിയുക്തം പ്രഖ്യാപിച്ച ഒരു നടൻ കൂടിയാണ് ധർമ്മജൻ ബോൾഗാട്ടി. ധർമ്മജൻ ബോൾഗാട്ടിക്ക് കോൺഗ്രസ് കൊടുത്ത സ്ഥാനം എന്താണ് എന്ന് നമുക്കറിയാം. ബാലുശ്ശേരിയിൽ ഒരു സീറ്റ്, ഒടുവിൽ സച്ചിൻ ദേവിനോട് ഏറ്റ പരാജയം. എങ്കിൽ പോലും കോൺഗ്രസിന്റെ ഒരു വക്താവായി മാറാൻ ഈ പറയുന്ന ധർമ്മജൻ ബോൾഗാട്ടിക്ക് കഴിഞ്ഞു. ഈ ധർമ്മജൻ ബോൾഗാട്ടിയെ കുറിച്ച് പറയണേ, കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖം ഞാൻ കാണുകയുണ്ടായി. ഒരു സോഷ്യൽ മീഡിയയ്ക്ക് കൊടുത്തതും പിന്നീട് തുടർന്ന് കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ചാനലിന് കൊടുത്ത ഒരു ഫോണിനും ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി. ധർമ്മജൻ ബോൾഗാട്ടി എത്രത്തോളം അതായത് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ഞങ്ങൾ AMMA എന്ന് പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടന എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അറിയുമോ, ഞങ്ങൾ എത്രത്തോളം പണം ചെലവാക്കിയിട്ടുണ്ടെന്ന് അറിയുമോ? ഇതൊക്കെയാണ് ആ വാർത്താ അവതാരകയോട് ധർമ്മജൻ ബോൾഗാട്ടിയുടെ ചോദ്യങ്ങൾ. അപ്പോൾ ധർമ്മജൻ ബോൾഗാട്ടിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി മാറ്റി. UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ധർമ്മജൻ ബോൾഗാട്ടി. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ കോൺഗ്രസ്സുകാരാണോ അതോ CPMകാരാണോ ഈ പറയുന്ന വേട്ടക്കാരെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്? നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപിനെ കൊണ്ടുവന്ന് വനിതാ കോൺഗ്രസിന്റെ നേതാവാണ് അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ സെൽഫി എടുത്തു. എന്നിട്ട് ദിലീപിനൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഹാഷ്ടാഗും കൊടുക്കുകയൊക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ധർമ്മജൻ ബോൾഗാട്ടി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ടോ ഈ പറയുന്ന വേട്ടക്കാരോടുള്ള കോൺഗ്രസിന്റെ സ്നേഹം? ഇല്ല തന്നെ. അവിടെ മാത്രം അവസാനിക്കുന്നതല്ല, ഇനിയും വരുന്നുണ്ട്. നമുക്കറിയാം, എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്ന അവസാന വിക്കറ്റിനെ MLA ആണ്. എന്താണ് എൽദോസ് കുന്നപ്പള്ളി ചെയ്ത തെറ്റ്? അദ്ദേഹത്തിനെ കുറെ കാലം മാധ്യമങ്ങൾ പിന്തുടർന്നിരുന്നു. ആ പിന്തുടർന്നതിന് കാര്യം, അദ്ദേഹം ഇടയ്ക്കും തലയ്ക്കും ഒക്കെ പല വേദികളിലും പാടുന്ന കവിതകളായിരുന്നില്ല വിഷയം. അദ്ദേഹം നല്ലൊരു കവിയാണ്. പല കവിതകളും അദ്ദേഹം ചൊല്ലിയിട്ടുണ്ട്. അയാളെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി കവിതകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടൊരു കവിയാണ്. ഇന്ന് നമുക്ക് തൽക്കാലം വിളിക്കാം കവിയെന്ന്. ആ കവി
കവിത്വസിദ്ധി കൊണ്ടാണോ അദ്ദേഹത്തിനെ മാധ്യമങ്ങൾ പിന്നാലെ നടന്ന് വേട്ടയാടിക്കൊണ്ടിരുന്നത്? ആ വേട്ടയാടലൊന്നും അല്ലായിരുന്നു, കൂടെ നടന്ന് സൂചിപ്പിക്കലായിരുന്നു. എൽദോസ് കുന്നപ്പള്ളി എന്താ ചെയ്തേ? എന്താണ് ചെയ്തത്? കോവളത്ത് വെച്ച് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതാണ് അയാൾക്കെതിരെ ഉണ്ടായിരുന്ന കേസ്. എന്നിട്ട് കോൺഗ്രസ്സുകാർ എന്ത് നടപടിയെടുത്തു? എൽദോസ് കുന്നപ്പള്ളി ഈ പറയുന്ന കേസിൽ ഒളിവിൽ പോയപ്പോൾ വി ഡി സതീശൻ അടക്കമുള്ളവർ പ്രതികരിച്ചത് എന്താണെന്നറിയാം. അദ്ദേഹം എവിടെ പോയി എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് പറഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞതാണ്. എന്നിട്ട് ഇപ്പോഴും എൽദോസ് കുന്നപ്പള്ളി MLA തന്നെ അല്ലേ കോൺഗ്രസ്സുകാരെ എന്ന് ചോദിക്കേണ്ടി വരും. തീർച്ചയായും അതെ, കോൺഗ്രസിൽ തന്നെയാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി, കോൺഗ്രസിന്റെ MLA തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വേട്ടക്കാരൻ തന്നെയാണല്ലേ സത്യത്തിൽ. അവർ പരസ്യമായി പറഞ്ഞതാണ്. തന്നെ ഉപദ്രവിച്ചു, കോവളത്തിട്ടിട്ട് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു, കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ട് ഈ KPCC എൽദോസ് കുന്നപ്പള്ളിക്കേറെ എന്ത് സമീപനം നടത്തി? ഒന്ന് ആലോചിച്ച് നോക്കുക. മറ്റൊരാളുണ്ട്, വിൻസെന്റ് എന്ന് പറയുന്ന MLA, കോവളം MLA. അദ്ദേഹം ഒരു വീട്ടമ്മയെ ആക്രമിച്ച കേസിലെ പ്രതിയാണ്, ജയിലിൽ കിടന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് എന്താണ് ചെയ്തത്? അതുമല്ല, മറ്റൊന്നു കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന് പുറത്തു വരുന്നതല്ല, ഏറെക്കാലം ചർച്ച ചെയ്യുകയും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താവായ നേതാവിനെ ഏറെക്കാലം ക്രൂശിക്കുകയും ചെയ്ത ഒരു കേസുണ്ട് ഇവിടെ, സോളാർ കേസ്. ഉമ്മൻചാണ്ടി 14 മണിക്കൂർ ആ മനുഷ്യൻ പോയി അന്വേഷണ കമ്മീഷനെ നേരിട്ട ഒരാളാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിനെ വാക്കുകൊണ്ട് പോലും ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കാത്ത കോൺഗ്രസ്സുകാരുണ്ട് നമ്മുടെ പാർട്ടിയിൽ, കോൺഗ്രസ് പാർട്ടിയിൽ. എന്നിട്ടോ പിന്നീട് എന്താ സംഭവിച്ചത്? എന്നാൽ ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു അതിനകത്ത് ആരോപണ വിധേയരായിട്ടുള്ളവർ അല്ല. KC വേണുഗോപാൽ ഉണ്ടായിരുന്നു, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടായിരുന്നു, ഹൈബി ഈഡൻ ഉണ്ടായിരുന്നു. അങ്ങനെ എത്ര പേരാണ് ആ കാലഘട്ടത്തിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് പീഡകരുടെ വേഷത്തിലേക്ക് ഉയർന്നു വന്നത് അല്ലേ? എന്നിട്ട് ഈ നേതാക്കന്മാർക്കൊക്കെ എന്ത് സംഭവിച്ചു? ഹൈബി ഈഡൻ ഇപ്പോഴും ഉണ്ട്, MP ആണ് അല്ലേ? കൊടിക്കുന്നിൽ സുരേഷ് MP ആണ്, KC വേണുഗോപാൽ MP ആണ് അല്ലെ? ഇവരെ മാറ്റി നിർത്തുന്നതിനോ ഇവർക്കെതിരെ ഒരു ചെറുവിരലനക്കുന്നതിനോ കഴിഞ്ഞിട്ടുള്ള പാർട്ടിയാണോ കോൺഗ്രസ്? അല്ല. പീഡകന്മാരെയും വേട്ടക്കാരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ. അത്രയും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലർക്കെതിരെയും സ്ഥിരീകരിക്കാത്ത പല വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ കോൺഗ്രസ് പാർട്ടി തന്നെയുള്ള. എത്രയോ ആൾക്കാർക്കെതിരെ സ്ഥിരീകരിക്കാത്ത പല വിവാദങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് സ്വന്തം പുരയിടത്തിൽ ഒരു സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടി അല്ലേ? പാർട്ടി ഓഫീസിനകത്ത് പ്രശ്നങ്ങളുണ്ടായി, പാർട്ടി ഓഫീസിനകത്ത് ഒരു സ്ത്രീയെ ഇട്ട് മാനഭംഗപ്പെടുത്തി. എന്ത് നടപടി എവിടെയുണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന AMMA എന്ന് പറയുന്ന സംഘടനയെയും അതിലെ നടന്മാരെയും നടികളെയും നമ്മൾ സപ്പോർട്ട് ചെയ്തു എന്ന് പറയും. CPM ഭരിക്കുന്ന സർക്കാരും സപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ സ്വന്തം കാര്യങ്ങൾ കൂടി ഒന്ന് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കുക നല്ലതായിരിക്കും. ഇത്രയധികം നേതാക്കന്മാരെ ഇപ്പോഴും പാർട്ടിയിൽ വെച്ച് പൊറുപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും കോവളം MLA ആയിരിക്കുന്ന വിൻസെന്റ് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയുണ്ട്, KC വേണുഗോപാലുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട് അല്ലെ? ഇവരെല്ലാവരും ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട്. ഇവർക്കെതിരെ എന്ത് സമീപനമാണ്, അല്ലെങ്കിൽ എന്ത് നയമാണ്, അല്ലെങ്കിൽ എന്ത് നടപടികളാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത് എന്നുകൂടി വ്യക്തമാക്കിയാൽ കൊള്ളാം. അല്ലാതെ തൻ്റെ പല്ലിട കുത്തി മണപ്പിക്കാനൊന്നും പറയുന്നൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെയും സ്വന്തം കാര്യങ്ങൾ കൂടി ചിന്തിച്ചിട്ട് വേണം ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ പോലും നിയോഗിച്ചിരിക്കുന്ന ഒരു അന്വേഷണത്തിന് വേണ്ടി ഒരു ഗ്രൂപ്പിനെ തന്നെ നിയമിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ചിന്തിക്കേണ്ടത്.